നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. അവിവാഹിതരായ പ്രായപൂർത്തിയായവർ തമ്മിൽ ഉഭയസമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം മോശം ധാർമ്മിക സ്വഭാവത്തിന്റെ പ്രതിഫലനമായി കണക്കാക്കാനാകില്ല എന്ന് സുപ്രീം കോടതി. ജസ്റ്റിസുമാരായ മൻമോഹൻ, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഗജുല തിരുപ്പതി എന്ന വ്യക്തി നൽകിയ അപ്പീലിൽ വിധി പ്രസ്താവിച്ചത്. ഇദ്ദേഹത്തിന്റെ പോലീസ് കോൺസ്റ്റബിൾ നിയമനം റദ്ദാക്കിയതിനെതിരെ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പ്രണയബന്ധം തകർന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രിമിനൽ കേസിൽ കുറ്റാരോപിതനായ ഇയാളുടെ നിയമനം റദ്ദാക്കുകയായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് കേസിനെ തുടർന്നാണ് യുവാവിന് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാതിരുന്നത്. പോലീസ് കോൺസ്റ്റബിളായി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥിക്ക് നിയമനം നൽകാൻ സുപ്രീം കോടതി തെലങ്കാന സംസ്ഥാന പോലീസ് റിക്രൂട്ട്മെന്റ് ബോർഡിനോട് നിർദ്ദേശിച്ചു. പരസ്പരം സമ്മതത്തോടെയുള്ള അവിവാഹിതരായ രണ്ടുപേർക്കിടയിലെ ശാരീരിക ബന്ധം നിയമവിരുദ്ധമാകുന്ന നിയമം നിലവിലില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കി. 2014 രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതിയുടെ നിരീക്ഷണം. എന്നാൽ കേസ് പിന്നീട് 2015 ഇരുപക്ഷവും തമ്മിൽ ഒത്തുതീർപ്പിനെ തുടർന്ന് അദാലത്തിൽ തീർപ്പാക്കുകയായിരുന്നു. ഹർജിക്കാരനും പരാതിക്കാരിയും അയൽവാസികളാണ്. 4 വർഷത്തോളം ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു. എന്നാൽ വിവാഹം കഴിക്കാൻ സാധിച്ചിരുന്നില്ല. വിവാഹം കഴിക്കാനല്ലെങ്കിൽ അത് വഞ്ചനയായി കണക്കാക്കാനാകില്ല എന്ന് കോടതി പറഞ്ഞു. പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ പരസ്പരം സമ്മതത്തോടെ എടുക്കുന്ന സ്വകാര്യ തീരുമാനങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി ഒരാളുടെ സ്വഭാവത്തെ വിലയിരുത്തുന്നത് ശരിയല്ല. വ്യക്തിയുടെ സ്വഭാവം, പെരുമാറ്റം, മറ്റുള്ളവരോടുള്ള സമീപനം എന്നിവയാണ് പ്രധാനമായി പരിഗണിക്കേണ്ടത്. അതാണ് സുപ്രീം കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നത്.